അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് നോർട്ടൺസ് തിയറമാണ്. നോർട്ടൺസ് തിയറം എന്ന് പറയുമ്പം നമ്മളൊന്നുമില്ല, ഒരു വലിയൊരു നെറ്റ്വർക്കിനെ ഇതേപോലെ ഒരു കറണ്ട് സോഴ്സും ഒരു റെസിസ്റ്റൻസും ആക്കി പാരലാക്കി മാറ്റുന്നു. ഓക്കെ, നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? തെവനിൻസ് തിയറത്തിനകത്ത് ഒരു വോൾട്ടേജ് സോഴ്സും റെസിസ്റ്റൻസുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് സർക്യൂട്ടാക്കിയായിരുന്നു മാറ്റിയിരുന്നത്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നതെന്ന് നോക്കാം. നോർട്ടൺസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് എ ലീനിയർ ടു ടെർമിനൽ circuit can be replaced by an equivalent circuit consisting of a current source IN in parallel with a resistance RS, where IN is the short circuit current through the terminals and RN is the equivalent resistance at the terminals. അപ്പം ഈ IN എന്ന് പറയുന്നത്, അപ്പം നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു ക്വസ്റ്റ്യൻ എന്താണ്ട് ഇതുപോലൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് കാണിക്കും, ഒരു ലോഡ് റെസിസ്റ്റൻസ് കാണിക്കും. എന്നിട്ട് പറയും ആ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള കറണ്ട് കണ്ടുപിടിക്കുക യൂസിങ് നോർട്ടൺസ് തിയറം എന്ന് പറയും. ഇനി അങ്ങനെയല്ലാതെ ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ടിട്ട് വേണമെങ്കിലും ചോദിക്കാം. എ ബി എന്ന് പറയുന്ന ടെർമിനൽസ് നെക്രോസ് ആയിട്ടുള്ള ഇക്വലൻറ്റ് സർക്യൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. അപ്പോൾ ഈ സർക്യൂട്ടിനെ നമ്മൾ ചെറുതാക്കിയിട്ട് ഇതേപോലെ ഒരു സർക്യൂട്ടാക്കി മാറ്റണം. ഓക്കെ, ഇവിടെ കറണ്ട് സോഴ്സും റെസിസ്റ്റൻസും പാരലായിരിക്കും. മറ്റേടത്ത് അതായത് തെവനിൻസിനകത്താണെങ്കിൽ വോൾട്ടേജ് സോഴ്സും റെസിസ്റ്റൻസും സീരീസ് ആയിരിക്കും. അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം നമ്മളിവിടെ നോക്കിയ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഏതിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെ നമ്മളങ്ങ് ഷോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എയും ബിയും ടെർമിനൽ നമ്മൾ ഷോർട്ട് ചെയ്യും. ഷോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തൂടെ പോകുന്ന, ഇപ്പം എയും ബിയും ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന ടെർമിനലിനകത്തൂടെ പോകുന്ന കറണ്ട് IN നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് കഴിക്കുക? ഈ ടോട്ടൽ റെസിസ്റ്റൻസിനെ മാറ്റിയിട്ട് ഈ മൊത്തം റെസിസ്റ്റൻസിനും പകരം ഒരു ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് RN നമ്മൾ കണ്ടുപിടിക്കുക. മറ്റിടത്ത് ചെയ്ത് അതേപോലെ തന്നെയാണ് ഇതിനകത്തും റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. പിന്നെ കറണ്ട് കണ്ടുപിടിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം വരിക. അപ്പം നമ്മൾ ഫസ്റ്റ് ആ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ആദ്യം അങ്ങ് പറയാം. രണ്ടിടത്തും അത് ഈക്വൽ ആയത് സെയിം ആയതുകൊണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്താ നമ്മുടെ ഇതിന് അക്രോസ് ആയിട്ടുള്ള കറണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എ ബി എന്ന് പറയുന്ന ടെർമിനൽസിന് അക്രോസ് ആയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് സൈഡ് നോക്കുക. ഓപ്പോസിറ്റ് സൈഡ് നോക്കുമ്പം നമ്മൾ ഇവിടെ ഓൾറെഡി ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട് അല്ലേ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ചിട്ട്. വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഷോർട്ട് ചെയ്യും. അതിന് പേര് ഇവിടെ കറണ്ട് സോഴ്സ് ആയിരുന്നെങ്കിൽ അത് ഓപ്പൺ ചെയ്തേനെ അല്ലേ. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് ആയതുകൊണ്ട് നമ്മളിവിടെ ഷോർട്ട് ചെയ്തു. അപ്പോൾ എന്താ സർക്യൂട്ട് ഇങ്ങനെ വന്നു ഇല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇക്വലൻറ്റ് റെസിസ്റ്റൻസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ഓപ്പണായി കിടക്കുന്ന ടെർമിനൽസിന് ഓപ്പോസിറ്റ് വേണം നോക്കാൻ. ഓപ്പോസിറ്റ് നോക്കുമ്പോൾ ഇത് രണ്ട് എന്താണ്? പാരലൽ കണക്റ്റഡ് ആണ് അല്ലേ. പാരലൽ കണക്റ്റഡും ഇതതിന് സീരീസുമാണ്. സോ നമുക്ക് എന്ത് ചെയ്താം? 10ഉം 10ഉം പാരലാണ്. പാരലാകുമ്പം ഡയറക്റ്റ് നമുക്കറിയാം സെയിം ആയിട്ടുള്ള റെസിസ്റ്റൻസ് പാരലൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയായിട്ട് കുറയും. ഓക്കെ, അല്ലാതെ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പം 10 × 10 ഡിവൈഡഡ് ബൈ 10 + 10 പ്ലസ് 15 ചെയ്യുമ്പം 5+, ഇപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ 5 ആണ് വരിക. 5 + 15 അപ്പം 20 ഓം എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് R നോർട്ടൺ എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ I നോർട്ടൺ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് ഏതിന് അക്രോസ് ആയിട്ടുള്ള കറണ്ടാണോ കണ്ടുപിടിക്കേണ്ടത് അവിടെ നമ്മൾ ഷോർട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഷോർട്ട് ചെയ്തിട്ട് ഇതിന് അക്രോസ് ഇതിലൂടെ പോകുന്ന കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ വോൾട്ടേജ് സോഴ്സ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്നാണ് കറണ്ട് ഫ്ലോ ചെയ്ത് വരുന്നത്. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് എന്ത് ചെയ്യും? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും. I1ഉം I2 ആയിട്ട് പോകും. അപ്പോൾ ഈ I2 കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ മെയിൻ കറണ്ട് I കണ്ടുപിടിക്കണം. I കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ റെസിസ്റ്റൻസിനെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റൂ. അപ്പോൾ ആദ്യം നമുക്ക് മെയിൻ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സോഴ്സിന് ഓപ്പോസിറ്റ് നമ്മൾ നോക്കിയപ്പോൾ നോക്കിയതാ ഇത് രണ്ടുമാണ്. അപ്പോൾ അവിടെ പാരല് 15ഉം 10ഉം. അപ്പോൾ 15ഉം 10ഉം പാരലാണ്. 10 അതിന് സീരീസാണ്. ഓക്കെ, 10 + 15 പാരൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 16 ഓം എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ 16 ഓം റെസിസ്റ്റൻസ് ആണ് ഇതിനകത്ത് അക്രോസ് ആയിട്ട്, ഈ വോൾട്ടേജ് സോഴ്സിന് അക്രോസ് ആയിട്ട് വരുന്നത്. ഓക്കെ, വി എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര? 100 വോൾട്ടാണ്. അപ്പോൾ V/R ചെയ്ത് കഴിയുമ്പം നമുക്ക് ആ കറണ്ട്, മെയിൻ കറണ്ട്, അതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന മെയിൻ കറണ്ട് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, അപ്പം 100/16 ചെയ്യുമ്പം 6.2 ആംപിയർ എന്ന് കറണ്ട്, മെയിൻ കറണ്ട് എത്രയാണെന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക?
ഇതിലൂടെയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മെയിൻ കറണ്ട് അറിയാമെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാൻ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിലൂടെയുള്ള കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ 15 ഓം റെസിസ്റ്റൻസിൽ കൂടെയുള്ള കറണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യാം, മെയിൻ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഈ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന ഈ ബ്രാഞ്ച് റെസിസ്റ്റൻസിൻ്റെ സം ഇല്ലേ. അപ്പം എങ്ങനെ വരും അത്, 10 മെയിൻ കറണ്ട് ഇൻറ്റു നമുക്ക് 15 ഓമിലൂടെയുള്ള കറണ്ടായിരുന്നു കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് അതിന് ഓപ്പോസിറ്റ് ബ്രാഞ്ചിലുള്ള റെസിസ്റ്റൻസ്. ഓക്കെ, 10 ഡിവൈഡഡ് ബൈ 10 + 15 ഇസ് ഈക്വൽ ടു 2.5 ആംപിയർ. ചെയ്ത് നോക്കിയാൽ മതി. ഐ നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടിയല്ലോ 6.25 ഇൻറ്റു 10/10 + 15 എടുക്കുമ്പം എത്ര, 15 ഓമിലൂടെയുള്ള കറണ്ട് കിട്ടി. അപ്പോൾ നമുക്ക് ഐ നോട്ടനും കിട്ടി, ഐ നോട്ടനും കിട്ടി, എന്താണ് റെസിസ്റ്റൻസും കിട്ടി, എന്നും കിട്ടി. ഓക്കെ, ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇതൊരു കണക്ക് ചെയ്ത് പറഞ്ഞതാണ്. കറണ്ട് ഡിവിഷൻ റൂൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എളുപ്പമാണ്. എന്താണ്, മെയിനായിട്ട് വരുന്ന കറണ്ട് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് സ്പ്ലിറ്റായി പോവില്ലേ, I1 I2 ആയി പോകും. ഇപ്പോൾ ഈ ബ്രാഞ്ചിലെ കറണ്ടാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതാണ് ഓപ്പോസിറ്റ് ബ്രാഞ്ച് അല്ലേ, ഇങ്ങോട്ടും അല്ലേ സ്പ്ലിറ്റായി പോകുന്നത്. അപ്പോൾ ഇതിലൂടെയുള്ള കറണ്ടാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതിലൂടെ വരുന്ന മെയിൻ കറണ്ട് I ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 15 + 10 എന്ന് എടുത്താണ്. ഓക്കെ, മനസ്സിലായോ? മെയിൻ കറണ്ട് I ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ച് ഇതിലൂടെയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ 15 ഡിവൈഡഡ് ബൈ 15 + 10. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു.